നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന വിശേഷപ്പെട്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ 2 വിശേഷപ്പെട്ട ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നതാണ്. അതിൽ ആദ്യത്തെ ചിത്രമായി പരാമർശിക്കുന്നത് ഏവർക്കും ഇഷ്ടമുള്ള ഒരു ജീവിയാണ്, പൂച്ചയാകുന്നു. രണ്ടാമത്തേതായ ചിത്രം കീരിയാണ്. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ 2 ജീവികളിൽ ഒരു ജീവിയെ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ വിശേഷപ്പെട്ടതായ കാര്യങ്ങളെ കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ ചിത്രമായ പൂച്ചയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയെ ഭജിക്കുക. ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഏവരും ഇഷ്ടദേവതയുടെ നാമമോ അല്ലെങ്കിൽ ഓം ക്രീം കാളി എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ചിത്രമായ പൂച്ചയെ തിരഞ്ഞെടുത്തവർക്ക് ജീവിത വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം. പലപ്പോഴും ഗുണാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാത്തതായ സാഹചര്യമുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാഹചര്യങ്ങൾ കടന്നു വരും. ഏറ്റവും ഉയർച്ചയുള്ള ഒരു കാലമായി തന്നെ ഈ ദിവസങ്ങളെ നിങ്ങൾക്ക് പരാമർശിക്കുവാൻ സാധിക്കും. കാരണം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് അനുകൂലമായി തീരാം. വിദ്യയിൽ ഉയർച്ച നേടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അവിവാഹിതരായ വ്യക്തികൾക്ക് പോലും അനുകൂലമായ ഫലങ്ങൾ, പ്രത്യേകിച്ചും വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരും. പ്രണയ ജീവിതം അനുകൂലമായി തീർന്നു എന്ന് വരാം. വിവാഹത്തിലേക്ക് പ്രണയ ജീവിതം കടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ചില യാത്രകൾ നടത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈ യാത്രകൾ മൂലം നിങ്ങൾക്ക് ധനപരമായോ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങളോ ജീവിതത്തിലേക്ക് കടന്നു വരാം. ആഗ്രഹിച്ച സ്ഥലത്തേക്ക് യാത്രകൾ നടത്തുവാനുള്ള ചില സാധ്യതകളും തെളിയുന്നു എന്നതാണ് വാസ്തവം. ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. അത് പല കാര്യങ്ങളിലും പ്രകടമാകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. മാനസിക വിഷമതകൾ നിങ്ങൾക്കുണ്ട്. ആ വിഷമതകൾ ഒഴിയുവാനുള്ള അവസരങ്ങൾ കടന്നു വരും. രോഗദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയും. കൂടാതെ ഈ സമയം അന്നദാനത്തിന്റെ ഭാഗമാകുന്നത് ഏറ്റവും വിശേഷമായി തന്നെ പരാമർശിക്കാം. വീടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ, സാഹചര്യങ്ങൾ കടന്നു വരാം. വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരും. സന്തോഷം നിങ്ങളിൽ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. സമാധാനപൂർണമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ശിവപ്രീതി വരുത്തേണ്ടത് ഈ സമയം അനിവാര്യമാണ് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കണം. ഈശ്വരാധീനം കുറയില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. നടക്കേണ്ടതായ കാര്യങ്ങൾ നടക്കേണ്ടതായ സമയത്ത് തന്നെ നടക്കും. അതിനാൽ വല്ലാതെ ടെൻഷൻ അടിച്ച് ആദ്യ കയറി നിങ്ങൾ മുന്നോട്ട് പോയിട്ടോ ചിന്തിച്ചിട്ടോ കാര്യമില്ല എന്നതാണ് വാസ്തവം. നടക്കേണ്ടതായ സമയത്ത് നടക്കും. ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യുക. തീർച്ചയായും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. ബന്ധുക്കൾ പോലും നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ പ്രവർത്തിച്ചു എന്ന് വരാം. ബന്ധുക്കളുമായി ബന്ധപ്പെട്ടോ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കും. പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങൾ നടന്നു എന്ന് വരാം. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങളാകാം. അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഗുണകരമായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. രണ്ടാമത്തേതായ ചിത്രം അഥവാ രണ്ടാമത്തെ ജീവിയായ കീരിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കുബേരദേവനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഒരു ജീവി കൂടിയാണ് കീരി. വീടുകളിൽ കാണുന്നത് പോലും ഏറ്റവും വിശേഷമായി കണക്കാക്കുന്നു. കീരിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അപ്രതീക്ഷിതമായ അത്ഭുതങ്ങൾ സംഭവിക്കാം. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ടതായിട്ടുണ്ട്, എന്നാൽ നടക്കുന്നില്ല. കാര്യ തടസ്സങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാൽ നീണ്ടു പോകുന്നതായ സാഹചര്യങ്ങളുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. 41 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാര്യങ്ങൾ അല്പം അനുകൂലമാകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിദ്യയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം.
കർമ്മരംഗത്ത് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ, ദാമ്പത്യ ജീവിതം അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധനപരമായ പുരോഗതി ജീവിതത്തിൽ ദൃശ്യമാകുന്ന സമയമാണ്. പല കാര്യങ്ങളിലും അത് പ്രകടമായി തീരും എന്ന കാര്യം ഓർക്കുക. ആത്മാർത്ഥമായി പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നു, എന്നാൽ പലരും അത് മനസ്സിലാക്കുന്നില്ല എന്ന ദുഃഖം നിങ്ങൾക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ആത്മാർത്ഥമായി ആഗ്രഹിച്ചതായ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഈശ്വരൻ പ്രാർത്ഥന കേൾക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. നിത്യവും പ്രാർത്ഥിക്കുക, കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. മുഴുവനായി കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ പോലും ഒട്ടുമിക്ക കാര്യങ്ങളും ജീവിതത്തിലേക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരും. പുതിയ വ്യക്തികൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സുഹൃത്തുക്കൾ വന്നു ചേരും. ഗുരുവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതായ ചില വ്യക്തികൾ കടന്നു വരാം. ഇത്തരത്തിൽ പലരുടെയും ഉപദേശങ്ങൾ നിങ്ങൾക്ക് ഉയർച്ച നൽകുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സൽപ്രവർത്തികൾ പലതും ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ കടന്നു വരാവുന്നതായ സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. കളങ്കമില്ലാത്ത വ്യക്തിത്വത്തിന് ഉടമകളാണ് നിങ്ങൾ. പ്രത്യേകിച്ചും കളങ്കമില്ലാത്ത മനസ്സ് നിങ്ങൾക്കുണ്ട്. പെട്ടെന്ന് തന്നെ സന്തോഷം വരികയും വിഷമിക്കുകയും ചെയ്യുന്നതായ സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ പെട്ടെന്ന് വിഷമിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. ചിന്തകൾ ചിലത് ആപൽക്കരമായി മാറാം. അത്തരം ചിന്തകൾ കണ്ടറിഞ്ഞ് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. അതല്ലെങ്കിൽ നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും. അപകട സാധ്യതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും അത്തരം കാര്യങ്ങളെ ഈശ്വരാധീനത്താൽ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. പരമശിവനെ ആരാധിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. മറ്റുള്ളവർ പലപ്പോഴും നിങ്ങളെ അവഗണിക്കുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകണം. അവർ പോലും നിങ്ങളെ തേടിയെത്തുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. അത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. അപവാദങ്ങൾ പലപ്പോഴും കേൾക്കേണ്ടതായി വരും. എന്നാൽ നിങ്ങൾ അതിൽ തളരുവാൻ പാടുള്ളതല്ല. മുന്നോട്ട് തന്നെ നിങ്ങൾക്ക് പോകുവാൻ സാധിക്കും. സ്വസ്ഥതയില്ലാത്ത അവസ്ഥകൾ ജീവിതത്തിലുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. സാമ്പത്തിക പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആരോ നിങ്ങൾക്കായി സഹായങ്ങൾ ചെയ്യുന്നു, അത്തരത്തിലൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. അത്തരം ചില ചിന്തകൾ ശരിയായി എന്ന് ഭവിക്കാം. അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കാരണം ചില വ്യക്തികൾ സഹായിക്കാനായി നിങ്ങൾക്ക് മുൻപിൽ വരാവുന്നതാണ്. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് ഇത്തരം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതായ ആ കാര്യങ്ങൾ മടി കൂടാതെ ചെയ്യേണ്ടത് അനിവാര്യമാണ്. നാളത്തേക്ക് ചെയ്യാം എന്ന രീതിയിൽ മാറ്റിവെക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക.